കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും ഏലസിടാറുണ്ട്, ചരട് കെട്ടാറുണ്ട്. ചില പേടിയൊക്കെ കിട്ടുമ്പോൾ ഭയപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ ഭസ്മമൊക്കെ ജപിച്ചിടാറുണ്ട്. ഭസ്മമൊക്കെ ആൾക്കാരെ കൊണ്ടൊക്കെ ഓതിക്കൊണ്ടൊക്കെ ഒന്ന് വെള്ളം കുടിക്കാറും വെള്ളം തളിക്കാറും ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ശാസ്ത്രീയത, അതായത് നമ്മൾ പ്രധാനമായിട്ടൊന്ന് പറയുന്നത് ചരട്, തകിട്, ഏലസ് ഇങ്ങനെയൊക്കെ ഉള്ളത് കെട്ടുന്നതിൻ്റെ അല്ലെ ധരിക്കുന്നതിൻ്റെ ശാസ്ത്രീയതയിലാണ് നമ്മൾ പോകുന്നത്. ഒരു തകിട് നമ്മൾ എഴുതുമ്പോൾ പഴയ കാലത്ത് പറയുകയാണെങ്കിൽ തകിടും കൂടും വെള്ളിയാണെങ്കിൽ 6 വർഷം, തകിടും കൂടും സ്വർണമാണെങ്കിൽ 24 വർഷം, കൂട് സ്വർണം തകിട് വെള്ളിയാണെങ്കിൽ 12 വർഷം. ഇനിയും ചെമ്പ് എഴുതുന്നവരുണ്ട്. ചെമ്പ് സാധാരണ ചെമ്പ് കൂടായിരിക്കും, അല്ലെ ഇരുമ്പ് കൂടായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ആനയ്ക്ക്, പശുവിന്, ആടിന്, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് പിന്നെ സല്ലക്ഷയായിട്ടൊക്കെയാണ് ചെമ്പിന്റെ കൂടുതലും ചെയ്യുന്നത്. മനുഷ്യൻ അങ്ങനെ ചെയ്യാറ് പതിവില്ല. പിന്നെ ഈ കവളാചാരപ്രകാരമായിട്ടുള്ള രീതിയിലൊക്കെ ചെമ്പിൽ എഴുതാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ആ ഒരു വശങ്ങൾ ഇതാണ്. ഇത്ര വർഷം നമുക്കത് ഉപയോഗമായിട്ട് നിൽക്കും. ഇത്ര വർഷം കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ദ്രവണം സംഭവിക്കും, ദ്രവിക്കും. അത് ദ്രവിച്ചു കഴിയുമ്പോൾ പിന്നെ ഇതിന് ഓപ്പോസിറ്റ് ഫലമായിരിക്കും, ഗുണത്തിന് ദോഷമായിരിക്കും വരുന്നത്. ഒരു തകിട് നമ്മൾ എടുത്ത് ആ തകിട് എഴുതുന്നതിന് പിന്നെ കാര്യമുണ്ട്. പഴയ കാലത്ത് എന്ന് പറയാൻ നാരായം എന്ന് പറയും, ചെമ്പിൽ തീർത്ത്. ആ നാരായത്തിനകത്തൊക്കെ കൊച്ചു പിള്ളേരെയൊക്കെ പണ്ട് ആ നാരായം വെച്ച് പിച്ചി കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർഷം ആ ആശാട്ടിമാര് ഒരു പിച്ചിക്ക് അടുത്ത വർഷം ആ സമയം പഴുക്കും. അപ്പൊ ആ അളവുണ്ട്. ആ അളവില് നാരായം ഉണ്ടാക്കി ആ ഉത്തമനായ കർമ്മി സാധ്യൻ, ഒരു സാധികനാണ് നാരായം ഉപയോഗിച്ച് ഇത് സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് അളവില് ആ തകിട് എടുത്ത് എഴുതി ആ തകിട് ആദ്യം പുണ്യാശുദ്ധി ചെയ്ത് കുറ്റുമണ്ണ്, ആറ്റുമണല്, തുളസിച്ചോട്ടിലെ മണ്ണ് ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഇതിന് ഹോമങ്ങളും വിശേഷ പൂജകൾ, ഇത്ര ദിവസത്തെ പൂജകളും ഒക്കെ ചെയ്ത് കൂടിനകത്ത് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരിന്ന് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. ഏലസുകൾ കഴിവതും അയച്ചു കൊടുക്കാതിരിക്കുക. കാര്യം അത് നിറച്ചു കഴിഞ്ഞാൽ അസ്തമയത്തിനങ്ങ് ധരിക്കണം എന്നുള്ള അതിൻ്റെ പിന്നിൽ പറയുന്നത്. അങ്ങനെ വിധിപ്രകാരം ഈ പറഞ്ഞ ഹോമാദി കർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു തകിട് 100% അത് ഫലവത്തായിരിക്കും. അതിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ദേഹത്ത് കിടക്കുമ്പോഴേ നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മുടെ കൂട്ടത്തിൽ ആരോ നമുക്കൊരു പിന്തുണയായിട്ടുണ്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ നമ്മളെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു അപകടം പറ്റിയ വിളിച്ചാൽ ഓടി വരാൻ കയ്യെത്തും ദൂരെ താളുണ്ടെന്നുള്ളൊരു നമുക്കൊരു പ്രത്യേക വിശ്വാസമില്ലേ? ആ ഒരു വിശ്വാസം നമുക്ക് ആ തകിട് നമ്മുടെ ദേഹത്ത് കിടക്കുമ്പോൾ ഉണ്ടാവും. അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു തകിടിന് മാത്രമേ അങ്ങനൊരു വിശ്വാസം, നമുക്ക് ആ ഒരു എനർജി, പോസിറ്റീവ് എനർജി. അപകടം വരുമ്പോൾ അശ്രദ്ധക്കുറവാണെന്ന് ഏറ്റവും ശ്രദ്ധയുണ്ടാവുന്ന അവസ്ഥയെന്ന് എല്ലാവർക്കും ഉള്ളത്. ആ അശ്രദ്ധയിൽ നമ്മളെ തിരിച്ച് ശ്രദ്ധയായ വഴിക്ക്, നേർ വഴിക്ക് ഇത് കൊണ്ടുപോകും. ഇപ്പം ഓരോ പുരാണങ്ങളിൽ പറയുന്ന ഓരോ ഇതുണ്ട്. നാഗ്, സുദർശനം, നാഗചക്രം എന്നൊക്കെ പറയും, സുദർശനം, ഇങ്ങനെയുള്ള ചക്രങ്ങളുടെയൊക്കെ പേര് ഇന്ന് നമ്മുടെ ISRO പോലുള്ള ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ റോക്കറ്റിനൊക്കെ പേരിടാറുണ്ട്. നാഗെന്ന് പറഞ്ഞ റോക്കറ്റ് ഉണ്ട്, സുദർശനം എന്ന് പറഞ്ഞ റോക്കറ്റൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അതൊക്കെ പേരിടുന്നത്? അപ്പൊ ആ ഒരു രീതി, അല്ലെങ്കിൽ നാഗെന്ന് പറയുന്നത് ശീറ്റി, അത് തീഷ്ണതയോടെ പോവുക. സുദർശനം, സുദർശനം, നല്ല ദർശനം, നല്ല വഴിക്ക് പോവുക, അത് ഉദ്ദേശ സ്ഥലത്ത് പോവുക, ഉദ്ദേശ സ്ഥലത്ത് പോയി കാര്യം സാധിച്ച് തിരിച്ചു വരിക. അപ്പൊ ആ സുദർശനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം പഠിക്കുന്ന, അത്രത്തോളം നമ്മളെ കാര്യങ്ങളിൽ ആ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേരൊക്കെ അതിനിടുന്നത്. പുരാണങ്ങളിൽ പറയുന്ന പേരുകളായതൊക്കെ. എന്ന് പറയുന്നത് പോലെ ഈ യന്ത്രങ്ങൾ നമ്മൾ ഇടുമ്പോൾ ഈ പറഞ്ഞതുപോലെ പവറുകൾ അതിന് ഉണ്ടാവും. ഇനി ഭസ്മം ജപിച്ചിടുന്നതിനും കാര്യമുണ്ട്. ഭസ്മം ജപിച്ചിട്ട് സാധാരണഗതി ഭയപ്പാടുണ്ടാവുന്ന ഒരാൾക്ക് അഘോര മന്ത്രമുണ്ട്. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര ഘോരഘോര ധന ധനരൂപ ചടചട പ്രചട ഘ വോമോമ ബന്ധബന്ധ ഘാതയ ഘാതയ ഹുംഭൾ സ്വഹ. ഈ മന്ത്രമുണ്ട്. അഘോര മന്ത്രം ജപിച്ചാണ് ചരട് ജപിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ മന്ത്രമായിരിക്കും. പൊതുവെ അഘോര മന്ത്രമാണ് എല്ലാവരും എടുക്കാറ്.
വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സുദർശന മന്ത്രം എടുക്കും. ദേവീക്ഷേത്രത്തിലാണെങ്കിൽ കാളി കവചം, അല്ലെ കാളി മന്ത്രം, അല്ലെ കാളി അഷ്ടകം, അഷ്ടോത്തര ശതകം ഒക്കെ എടുത്താണ് നമ്മൾ ഇത് ജപിച്ച്. അത് കൈവച്ച് സംസാരിക്കാൻ പാടില്ല. പോക്കറ്റ് ഇട്ടോ അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചോ സംസാരിക്കുക. ഇന്ന് അമ്പലത്തിൽ നിന്ന് തിരുമേനിയുടെ ചരട് അങ്ങോട്ട് മേടിച്ച് എന്തുവാ അവിടെ സംസാരിച്ചിട്ട് അത് കിട്ടുന്നത്. അന്നേരം എൻ്റെ പവർ പോയില്ലേ. പിന്നെ ചരടിനെ കുറ്റം പറഞ്ഞിട്ടോ തിരുമേനിയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? ആ ചരടിനൊരു കാലാവധിയുണ്ട്. ഒരാഴ്ച, 2 ആഴ്ച, അല്ലെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ആ പീരീഡ് ആവുന്ന ആ ഒരു സമയം വരെ. ഒരു തകിടിന്റെ ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. തകിട് ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കണം, അല്ലെങ്കിൽ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചെങ്കിലേ ഫലമുള്ളൂ. പീരീഡ് ആയി കഴിഞ്ഞാൽ തകിട് മാറണം. ഈയിടെ ഒരാൾ പറഞ്ഞു കൊടുക്കുക, പീരീഡ് ആയാൽ തകിട് മാറണം. എല്ലാ മാസവും തകിട് മാറണ്ടായോ? വൃത്തിയായിട്ട് ത്രികാല പൂജയായിട്ട് 7 ദിവസത്തെ പൂജ കഴിക്കുന്ന ഒരു യന്ത്രമാണെങ്കിൽ ഒരു കാരണവശാലും അത് പൂജിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാലാവധി വരെ അത് കിടക്കും. ആദ്യം പറഞ്ഞില്ല, ആ കാലയളവ് വരെ ഏതൊക്കെ തകിടാണോ അത് കിടക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഈ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് തകിട് പൂജിക്കാറുണ്ട് ഓരോരുത്തരും. ഈ കൊടുക്കുന്നവര് ആ ഒരു ഭഗവാന്റെ പീഠത്തെ വെക്കുമ്പോൾ ഒരു പവർ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ സുദർശന ചക്രമായിരിക്കും, ചിലപ്പം ദേവീയന്ത്രമായിരിക്കും. കൊണ്ടുപോകുന്ന ക്ഷേത്രം ചിലപ്പോൾ ശിവക്ഷേത്രമായിരിക്കും, അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രമായിരിക്കും. രണ്ടും 2 ശക്തിയല്ലേ. അങ്ങനെ വെച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ വൃത്തിയായിട്ട് പൂജ ചെയ്ത് അടക്കം ചെയ്ത് അതിനകത്ത് ഒരു കൂടെന്ന് പറയുമ്പോൾ തള്ളക്കൂടും പിള്ളക്കൂടും വരുന്നുണ്ട്. അതിനകത്ത് തള്ളക്കൂടിനകത്താണ് നമ്മൾ തകിട് എഴുതി വെച്ച് പിള്ളക്കൂടിനകത്ത് അടച്ച് നമ്മൾ നേരിട്ട് സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് പുറത്താവുമ്പോൾ ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ചരടിലാണെങ്കിൽ ചരട് പുറത്താവുമ്പോൾ മാറണം. വെള്ളിക്കൂടൊക്കെയാണ് അരഞ്ഞാണത്തിലോ അല്ലെ കയ്യില് ബ്രേസ്ലെറ്റിലോ അല്ലെ വെള്ളി മാലയിലോ ഒക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ചരടാവുമ്പം ചരടൊന്ന് മാറണം. ഈ 7 രാത്രി കഴിയുമ്പോഴത്തേക്കും ഈ ചരട് കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ ചരട് അമ്പലത്തിൽ നിന്ന് ജപിച്ച് മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് തന്നെ കോർത്തിട്ട് ഇടാന്നുള്ളതേ ഉള്ളൂ. ഇടുമ്പോൾ പാലിനകത്തോ കരിക്കിനകത്തോ പെണ്ണുനീരിനകത്തോ ഒന്ന് സ്പർശിച്ചിട്ട് ഇടണം ഏറ്റവും ഉത്തമം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു തുളസിയില ഇട്ട് ആ ഒരു തുളസി തീർത്ഥത്തിനകത്ത് മുക്കിയിട്ടാലും മതി. ഓരോന്നിനും ഓരോ കാലാവധിയുണ്ട്. ഭസ്മമാണ് തൊടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, അത് പോയി കഴിയുമ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞു. ചരടാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച, 2 ആഴ്ച, അങ്ങേയറ്റം 1 മാസം. അപ്പം ഇതില് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ ശാസ്ത്രീയത അല്ല അതിൻ്റെയൊക്കെ വശങ്ങൾ മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈയിടെ ഒരാൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക, തവിട് കൊടുത്തതുകൊണ്ട് തിരുമേനി നാളെ തവിട് തിരിച്ചു തരാൻ പറ്റുമോ? എന്താ പറയണ്ടേ? ഏറ്റവും കുറഞ്ഞ 7 ദിവസം. ഒന്നും പറ്റിയില്ല, ഒരു സാഹചര്യമില്ല, പുറത്തു പോകാൻ റെഡി ആയിട്ട് നിൽക്കുക എങ്കിൽ ഒരു 3 ദിവസമെങ്കിലും, മിനിമം ഒരു 3 ദിവസം ഒരു ത്രികാല പൂജയായിട്ട് കഴിച്ചൊരു ഏലസിടണം. ഗുണത്തിനല്ലേ ഇടുന്നത്. അല്ലെങ്കിൽ ഇപ്പം ധാരാളം കടകളിൽ റെഡിമെയ്ഡ് തവിടുകൾ പലരും പല ചിലപ്പോൾ റീഫില്ലറിട്ട് എഴുതിയായിരിക്കും, ചിലപ്പോൾ പെൻസിലിട്ട് എഴുതിയായിരിക്കും, ചിലപ്പോൾ കോമ്പസ് ഇട്ട് എഴുതിയായിരിക്കും. റെഡിമെയ്ഡ് തവിട് ഇഷ്ടം പോലെ ഇടുന്നത് മേടിച്ചാൽ കിട്ടാൽ പോരെ. ഒരു സാധ്യതയുടെ അടുത്ത് ഒരു ഉപാസകന്റെ അടുത്ത് പോയി നമ്മുടെ തകിട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ധൃതി പിടിക്കുകയരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും തകിടിടുന്നുണ്ട്. ചിലർ പറയും തകിടിട്ട് പ്രയോജനമില്ല, ഇന്ന അമ്പലത്തിൽ ഇന്ന തിരുമേനിയെ കൊണ്ട് ഇത്രയും വലിയ മഹാമാന്ത്രം അദ്ദേഹത്തിനെ കൊണ്ട് ഇട്ടതാ എന്ന് പറയും. ഒരു തകിടിടുമ്പോൾ നമുക്കൊരു ദോഷം വരുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവരും അമ്പലത്തിൽ പോകും, തിരുമേനിയെ കാണും. മിക്കവരും ചെയ്യത്തുള്ളൂ, അല്ലാതെ പോകുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ പോയി കാണുമ്പോഴേ ചിലപ്പോൾ ബാധാപുതരമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പേടി കിട്ടിയതായിരിക്കും, ചിലപ്പോൾ അന്നേരത്തെ സമയദോഷമായിരിക്കും. ഇതനുസരിച്ചുള്ള തകിട് നമ്മൾ എഴുതിയിടുക. അപ്പൊ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ജ്യോതിഷനെ കണ്ടിട്ട് ആ ജ്യോതിഷം പറയുന്നതും പ്രകാരം എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം തകിടിട്ടെങ്കിൽ പൂർണ്ണമായിട്ട് തകിട് ഫലിക്കും. ഇപ്പം പ്രളയമൊക്കെ ഉള്ള സമയം അല്ലേ. ഇപ്പൊ ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റൂമിലൊക്കെ ചില വീടുകളിലൊക്കെ ആയാലും ചെളിവെള്ളമൊക്കെ അടിച്ചു കയറും. ഈ ചെളിവെള്ളം കിടക്കുമ്പോൾ നല്ല വെള്ളം കുറച്ച് ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ നല്ല വെള്ളം ചെളിയായി പോകും. അപ്പൊ ഈ സമയത്ത് ആ ചെളിവെള്ളം അടിച്ച് കഴുകി കളഞ്ഞ് ആ റൂം വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് തുടച്ചാലോ ശോഭയായിട്ട് തിളങ്ങി നിൽക്കും, ഇല്ലയോ? എന്ന് പറഞ്ഞാൽ ആ ദോഷം എന്തെങ്കിലും ഉണ്ട്, അത് മാറ്റിയതിനു ശേഷം വീണ്ടും വരാതിരിക്കാൻ പ്രൊട്ടക്ഷൻ ആയിട്ടോ വല്ലോ ഈ തകിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും നിങ്ങൾക്ക് അറിവില്ലാത്ത ആചരണ രീതികളും അറിവില്ലാത്ത വിഷയങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളുമായി കണ്ടുമുട്ടാം, സമ്മാദിക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.